അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഒരു ഹനഫി പള്ളിയിലാണ് ജുമുഅ നിർവഹിക്കാൻ വേണ്ടി എത്തിപ്പെട്ടത്. അവിടെ ചെന്ന സമയത്ത് സ്വാഭാവികമായി ഷാഫിഈ മദ്ഹബ് ഫോളോ ചെയ്യുന്ന നമുക്ക് ചില ഒരു താളം കിട്ടാത്ത രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടിന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒരു സ്വാഭാവികമാണ് ആ ഹനഫി മദ്ഹബ് പ്രകാരം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് കറക്റ്റാണ്, അത് ശരിയാണ്, അത് വിമർശന വിധേയമല്ല. ബിസ്മി അവർ ഉറക്കെ ഓതാറില്ലല്ലോ. പക്ഷെ ഉറക്കെ ഓതാറില്ല എന്നതുകൊണ്ട് ബിസ്മി ഓതുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പതുക്കെയാണ് അവർ ഓതുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ബിസ്മി ഫാത്തിഹയിൽ പെട്ടത് അല്ല എന്ന അഭിപ്രായം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഉണ്ട് എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്റെ കയ്യിലുള്ളത് തഫ്സീർ ബൈലാവിയിൽ നിന്ന് ഞാൻ വായിക്കാം. വലം യനസു അബൂ ഹനീഫത റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നസ്സായി പറഞ്ഞില്ല ഫീഹി ബിസ്മിയുടെ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ചാൽ ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് അല്ല എന്നുള്ള വിഷയങ്ങളൊന്നും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫദുന്ന ഭാവിക്കപ്പെട്ടു, വിചാരിക്കപ്പെട്ടു അന്നഹാ ലൈസത്ത് മിന സൂറത്തി ഇൻദഹു, ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല അദ്ദേഹത്തിന്റെ അടുക്കൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്ന് വിചാരിക്കപ്പെട്ടു, ധരിക്കപ്പെട്ടു. ഇവിടെ ഹനഫി മദ്ഹബുകാർ ബിസ്മി ഓതുന്നുണ്ട്, അത് പതുക്കെയായിരിക്കും ഓതുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ ബിസ്മി ഓതുന്ന ഇമാമുകളാണ്, ബിസ്മി ഓതുന്ന ഹനഫി മദ്ഹബുകാരാണ്, അത് മെല്ലെ ഓതുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് അവരോട് കൂടെ തുടരുന്നതിൽ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ ഒരു മദ്ഹബാണ്. നമുക്ക് പലപ്പോഴും ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലേക്ക് മാറേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ, പരിശുദ്ധ ഹറമുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒതു മുറിയുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് മദ്ഹബ് മാറേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മാറുന്നതിൽ തെറ്റുമില്ല. എന്റെ ഉമ്മത്തിന്റെ ഭിന്നാഭിപ്രായങ്ങൾ എന്റെ ഉമ്മത്തിന് അനുഗ്രഹമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തായാലും അതാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തമ്മിൽ ഫൈറ്റുകളോ ഒന്നുമില്ല. അതവരുടെ ഗവേഷണപരമായ അർഹതയുള്ള പണ്ഡിതന്മാർ നടത്തുന്ന ഗവേഷണത്തിൽ അവരെത്തിപ്പെടുന്ന വ്യത്യസ്തമായ ശരി തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. 4 വഴികളിൽ ഔദ്യോഗികമായിട്ടുള്ള 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബും വിശ്വാസപരമായി അശ്അരി മാതുരീദി 2 ത്വരീഖുകളെയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ പോകുന്നത്. അത് 4 വഴികളും ശരിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സഞ്ചാര വഴികളാണെന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.